വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പോയത് കൊണ്ട് എനിക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. അത് നിങ്ങൾക്ക് ഇന്ന് ലാസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒരു കടയിലോട്ട് മാറ്റി വെച്ചിട്ട് കുറേയുടെ മറ്റേ പഫ്കോൺ ഇല്ലേ, അതൊക്കെ വാങ്ങി തിന്നുകൊണ്ട് നേരെ നടന്ന് നമ്മൾ ബീച്ചിലോട്ട് പോയി. ഇതാ ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചിലോട്ട് എത്തും. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം ബീച്ചെത്തി. ഇത് ആലുവർക്കം ബീച്ചിലെ ഞങ്ങൾ പോയിരുന്നത്, ക്ലിഫിലൊന്നും അല്ല. പക്ഷേ നമ്മൾ പോയപ്പോഴത്തേക്കും നല്ല ആളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ കുന്നും വ്യൂ. സേവ് ദ ഡേറ്റിൻ്റെ എന്തോ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ ഞാൻ കാല് നനയ്ക്കാനായിട്ട് എൻ്റെ ഉമ്മാനെ വിളിച്ചു. പക്ഷേ ഉമ്മി കാല് നനയ്ക്കാനായിട്ട് അങ്ങോട്ട് വരത്തില്ല. ഉമ്മയ്ക്ക് ഇതൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കാല് നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനി ഒറ്റയ്ക്ക് ചെന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ഒരു വിധത്തിൽ വെള്ളം വരത്തില്ല. അങ്ങനെ ഞാൻ നടന്ന് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ട് ഞാൻ ആ കടലൊക്കെ നോക്കിക്കൊണ്ട് അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ മസ്റ്റാണ്. അങ്ങനെ അത് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് നിന്നു. എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ എല്ലാം ഒരു മെമ്മറീസ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ബീച്ചിൽ പോയെന്ന് 10 പേര് അറിയണമെങ്കിൽ കുറച്ച് കാലിൽ വെള്ളമൊക്കെ നനച്ചിട്ട് വേണം തിരിച്ച് പോകാൻ. അതുകൊണ്ട് ഞാൻ പോയി വെള്ളം നനയ്ക്കാൻ വേണ്ടി ചെന്ന് നിന്നു. അത് ഒരു വിധത്തിൽ എൻ്റെ കാലിൽ വെള്ളം ആവത്തില്ല. അങ്ങനെ എന്ന് ഇറങ്ങി നിന്ന് കൊടുത്തത് മൊത്തത്തിൽ കൂടെ എൻ്റെ കാലിലോട്ട് അടിച്ച് കയറിയിട്ട് പോയി. പിന്നെ ഞാൻ ഇതൊക്കെ പിറക്കി പിറക്കി നടന്നു. ഇതിനൊക്കെ ആരാണോ എന്തോ കടലിൻ്റെ അകത്തിരുന്ന് ഡിസൈൻ വരയ്ക്കുന്നത്. ഇതൊക്കെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ അധികം ആയപ്പോൾ ഉമ്മ എന്നെ പിറക്കീന്ന് വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തലാക്കി. എന്നിട്ട് രണ്ടുപേരോട് അവിടെ നിന്നപ്പോൾ കാണാം ഈ ഒരു സാധനം പറത്താനായിട്ട് കുറേ മാമാർ വന്നു. പക്ഷേ ഇത് ഞാനും എൻ്റെ ഉമ്മയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ട് പോയാൽ മതിയെന്നായി. അങ്ങനെ കാണാൻ നിന്നു. ടിവിയിലെ പരിപാടിയിലും പിന്നെ സിനിമയിലൊക്കെ ഞാൻ ഈ ഒരു സാധനം പറക്കുന്നത് കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോഴത്തേക്കും അത് ഇരുന്ന് പറക്കാൻ പോണ ആളെയും കാട്ടി പേടി എനിക്കായിരുന്നു. ഇത് എപ്പോൾ തിരിച്ച് വരും, ഇത് സൂക്ഷിച്ച് വരുമോ, ഇത് സുരക്ഷിതമായിട്ട് വരുമോ, ഇത് എങ്ങനെയാണ് പോകുന്നത്, ഇത് എന്തോന്നില്ല പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള 10,000 ചോദ്യം ഞാൻ ഇതിൻ്റെ ഓപ്പറേറ്റർ മാമൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഇത് പോണേ നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ ഇത് മൊത്തം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണാനായിട്ട്. ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. അങ്ങനെ പോയ ഫസ്റ്റ് മാമൻ തിരിച്ച് വന്നു. ഇനി സെക്കൻഡ് ഒരു ചേച്ചിയാണ് കയറി പോയത്. ആ ചേച്ചിയുടെ ധൈര്യത്തെ സമ്മതിക്കണം. ഞാൻ പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി തിന്ന് ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്